ഈ ഉക്രൈൻ റഷ്യ യുദ്ധം ഒരു വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ്. ഉക്രൈന് ഒരു വിധത്തിലുള്ള സഹായവും ഒരിടത്തു നിന്നും ലഭിക്കുന്നില്ല. ഇപ്പോൾ കൊടുത്ത സഹായങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ് അമേരിക്കയിലെ പുതിയ ട്രംപ് സർക്കാർ. ഇപ്പോൾ ഇതാ പുതിയ കരാർ വരുന്നു. ഉക്രൈനിലെ പ്രകൃതി വിഭവങ്ങൾ അമേരിക്കയ്ക്ക് ചൂഷണം ചെയ്യാം, അമേരിക്കയ്ക്ക് ഖനനം ചെയ്തെടുക്കാം എന്ന പുതിയ കരാറും വരികയാണ്. വാസ്തവത്തിൽ ഉക്രൈൻ ചെകുത്താനും കടലിനും ഇടയ്ക്ക് അകപ്പെട്ട അവസ്ഥയിലാണോ? സെലൻസ്കിയുടെ ഭാവി എന്താകും? ഇത് വളരെ മുമ്പേ ഞാൻ പറഞ്ഞതാണ്. ഉക്രൈൻ യുദ്ധമായിട്ട് വന്നപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ആദ്യത്തെ ഒരു ചർച്ച ഞാനായത് പങ്കെടുത്തത്. ഞാൻ പങ്കെടുക്കാൻ കാരണം വെച്ചാൽ ഞാൻ ശശി തരൂരായിട്ടല്ല. ഞാൻ പൊതുവെ എനിക്ക് ഇന്റർനാഷണൽ വിഷയങ്ങൾ പണ്ടേ താല്പര്യമുള്ളതാണ്, ശ്രദ്ധിക്കുന്നതാണ്. നമുക്ക് ലോക ചരിത്രത്തിൽ ഗതിവിധികൾ മനസ്സിലാക്കാൻ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് അറിയണം. അതെ. അതുപോലെ ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇന്റർനാഷണൽ പൊളിറ്റിക്സും ഇക്കോണമി നിങ്ങൾ അറിഞ്ഞിരിക്കും. ഷെയർ മാർക്കറ്റ് ചെയ്യുന്നില്ല, പക്ഷെ മനസ്സിലാക്കണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അമേരിക്കയ്ക്ക് ആവശ്യം ഒരു അഫ്ഗാനിസ്ഥാനാണ് യൂറോപ്പിൽ. കാരണം യൂറോപ്പിൽ ഇങ്ങനെ പോയാലേ സമാധാനമാണ്, വലിയ യുദ്ധങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് ചെച്ചിനിയയിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല, ആഭ്യന്തര പ്രശ്നമാണ്. പക്ഷേ സെർബിയയിലെ യുദ്ധം ഉണ്ടായെന്നൊക്കെ അല്ലാതെ വലിയ പ്രശ്നങ്ങളില്ല. അതെ. അപ്പോൾ അമേരിക്കയ്ക്ക് ഈ ഏഷ്യയിൽ മാത്രം വിറ്റുകൊണ്ട് അവർ കച്ചവടം നടക്കില്ല. കച്ചവടം നടക്കണമെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രശ്നമുണ്ടാകും. യൂറോപ്യൻ രാജ്യങ്ങളാണ് അമേരിക്കക്കെതിരെ ബ്ലോക്ക്. അവർ കൂടെ നിൽക്കുമ്പോൾ നാറ്റോയിൽ സഖ്യമായിരിക്കുമ്പോൾ തന്നെ യൂറോപ്യൻ യൂണിയൻ ബ്ലോക്കായി നിൽക്കുന്നുണ്ട്. ഇവർക്ക് പൊതുവെ അമേരിക്കക്കാരോട് പുത്തൻ പണക്കാരെന്നുള്ളൊരു പുച്ഛമാണ്. അപ്പം ഈ യൂറോപ്പിലൊരു യുദ്ധം, ഒരു ക്രൈസിസ് ഉണ്ടാക്കാന്നുള്ള ഇവരുടെ ആവശ്യം. അതിനാണ് റഷ്യനെ മാന്തിക്കൊണ്ടേയിരുന്നത്. അങ്ങനെയാണ് ഈ യുദ്ധം ഉണ്ടാകുന്നത്. യുദ്ധം ഉണ്ടായ സമയത്ത് നാറ്റോ സപ്പോർട്ട് ചെയ്യുന്നത് നാറ്റോ സപ്പോർട്ട് ചെയ്തില്ല. കാരണം റഷ്യനെ പേടിയാണ്. റഷ്യൻ്റെ ഈ സാത്താൻ ആറ്റം ബോംബുണ്ട്. അതെ. അത് ഇട്ട് കഴിഞ്ഞാൽ അമേരിക്ക, പിന്നെ റഷ്യ ഉണ്ടാകില്ല, അമേരിക്ക ഉണ്ടാവില്ല. അതവിടെ എത്തിക്കാനുള്ള ശേഷി റഷ്യക്ക് ഉണ്ട്. പുട്ടിനാണ് ഒരു മെഗലമാനിയാക്കാണ്. അതുകൊണ്ട് നേരിട്ട് പോയി സപ്പോർട്ട് ചെയ്തില്ല. പകരം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അമേരിക്ക രഹസ്യമായി സപ്പോർട്ട് ചെയ്തിട്ട് ഈ സെലൻസ്കി ബേസിക്കലി ഒരു ജനപിന്തുണയുള്ള ആളാണ്. പക്ഷേ ഹീസ് എ നോട്ട് എ പൊളിറ്റീഷ്യൻ, ഹീസ് എ കൊമേഡിയൻ. പിന്നെ പാചകക്കാരനും കൊമേഡിയനൊക്കെയാണ് സെലൻസ്കി. അപ്പം സെലൻസ്കി അങ്ങനെയുള്ള ആളുകൾ ഇലക്ഷൻ നയിക്കുമല്ലോ. പക്ഷെ അവരെ പോയി മറ്റുള്ള കയ്യിൽ പാവമായിരിക്കും. അതിന് മൂത്ത് വരണം. മൂത്തില്ലെങ്കിലുള്ള പ്രശ്നം അതാണ്. അപ്പോൾ നരേന്ദ്രമോദിയുടെ ഒരു കാര്യം, പിണറായി വിജയൻ്റെ കാര്യം, മൂത്ത് വന്നവരാണ്. അതുകൊണ്ടാണ് ഈ അടി സുധാകരൻ ഒരു അടി കിട്ടിയവരൊന്നും കുലുങ്ങാത്തെന്ന് വെച്ചാൽ മൂത്ത് വന്ന ആളുകളായിരുന്നു. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള കളിപ്പാവായി പോകും. സെലൻസ്കി യൂറോപ്യൻ രാജ്യങ്ങളിലെ പഴുത്തു പാകമായതാണ്. ഇത് പഴുത്തു പാകമായിട്ടില്ല. അപ്പം അതുമാത്രം റഷ്യ പോലുള്ള മൈറ്റി പവറിനെതിരെ എന്ത് ചെയ്യാനാണ് അവർ? ഉക്രൈൻ എന്ത് ചെയ്യാനാണ്? അതാദ്യം മനസ്സിലാക്കട്ടെ. അതെ. അപ്പോൾ ഇവരെ പിടിച്ച് യുദ്ധത്തിലേക്ക് വെറുതെ വലിച്ചിട്ടതാണ്. അവിടെ തന്നെ റഷ്യയുടെ പ്രശ്നം എന്ന് വെച്ചാൽ മോസ്കോയുടെ ഒരു വെളിപ്പാട് അങ്ങനെ നാറ്റോയിൽ മെമ്പറായി കഴിഞ്ഞാൽ ഉക്രൈനിലുള്ള നാറ്റോയുടെ അറ്റോമിക് ബോംബുകൾ ഉണ്ടാവും. പിന്നെ റഷ്യൻ്റെ ഒരു ഡിറ്ററൻസിനെ അത് ബാധിക്കും. അതുകൊണ്ടാണ് റഷ്യ പിടിച്ചത്. പിന്നെ അവിടെ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ പ്രശ്നം കണ്ടു. പക്ഷെ ബേസിക്കലി ഇതായിരുന്നു. അപ്പം അവിടെ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാക്കി അമേരിക്ക ശരിക്കും അവരെ മുതലെടുപ്പായിരുന്നു. അപ്പം അമേരിക്കൻ ആയുധങ്ങൾ നല്ല വിൽപ്പനല്ലേ. പലപ്പോഴും റഷ്യൻ വിമാനങ്ങളൊക്കെ വെടിവെച്ചിട്ടു എന്നൊക്കെ ഇവിടെ റഷ്യ തോൽക്കാൻ പോകുന്നത് ഇവിടെ വേറെ ഈ വൈതാളികന്മാർ യൂട്യൂബ് ചെയ്യാം, റഷ്യ വീഴും. അങ്ങനെ എളുപ്പം വീഴുന്ന ശക്തി ഒന്നല്ല റഷ്യ. റഷ്യക്ക് ഈ പോരായ്മകളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും ഒരു സൈനിക ശക്തി ഭയങ്കര അവർ സ്വന്തം സൈന്യത്തെ വിടുന്നില്ല. അവർ കൂലി പട്ടാളത്തെയാണ് വിടുന്നത്. റഷ്യക്കാരൻ മരിച്ചാൽ വലിയ ഇമ്പാക്ട് ഉണ്ടാവും. കൂലി പട്ടാളത്തിന് പിന്നെ ഇവിടെ നിന്നൊക്കെ വാടകയ്ക്ക് എടുക്കുന്ന ആളുകളുണ്ട്. അവരെക്കാണ് അവരുടെ പോലും പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല ഉക്രൈൻ. അല്ല, ഉക്രൈൻ പിടിച്ചത് ഈ പറയുന്ന മൈറ്റി ഈ അമേരിക്കൻ ആയുധങ്ങൾ മോഡേൺ പ്രിസിഷൻ കൂടുതലാണ്, വില കൂടുതലായി. റഷ്യൻ ആയുധങ്ങൾ പണ്ടത്തെ 80s 90s ആയുധങ്ങളാണ്. പക്ഷേ ഇത് കൊടുക്കുന്നത് അമേരിക്ക ഫ്രീ ആയിട്ടൊന്നും, നത്തിങ് കോൾഡ് എ ഫ്രീ മീൽ ഇല്ല. ഞാൻ നിങ്ങൾ പലപ്പോഴും അമേരിക്ക ഇങ്ങോട്ട് സഹായിക്കാൻ മനസ്സിലാക്കി അതിനൊരു കെണി അവർ വെച്ചിട്ടുണ്ട്. ഇവിടെ പലരും അമേരിക്ക സഹായിച്ചു, ട്രംപ് കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ അത്യന്തം പേടിയാവുമായിരുന്നു. അതിനെ പിന്നെ ഒരു കച്ചവടം കൊളുത്തുണ്ട്. ആ കൊളുത്തില്ലാതെ സായിപ്പ് ഒരു കാര്യം ചെയ്യില്ല. അങ്ങനെ ചെയ്യാതെ ഇരുന്നത് റഷ്യക്കാരാണ്. കാരണം അവർക്ക് വേറെ താല്പര്യം ഉണ്ടായിരുന്നു. കാരണം അവരുടെ സഖ്യത്തിലേക്ക് കൂടുതൽ ആളെ അവരെ കൂടെ നിർത്തേണ്ടിയിരുന്നു. അതുകൊണ്ട് അവർ ചെയ്തിട്ടുണ്ട്. അല്ലാതെ സായിപ്പ് അങ്ങനെ ചെയ്യില്ല. സ്നേഹം മോഡിനെ കെട്ടിപ്പിടിച്ചു എന്ന് വിചാരിച്ചിട്ട് പിന്നെ മുസ്ലിം ബിരുദ എന്നുള്ള ഫാക്ടർ വെച്ചിട്ടാണ് നിങ്ങൾ അളക്കുന്നതെങ്കിൽ ശരിയാണ്. മുസ്ലിങ്ങളാണ് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം അങ്ങനെ ഒരു ഫീലേ എനിക്കില്ല. ഇനി അത് വന്നതിൻ്റെ പേര് എന്നെ സുഡാപ്പിയുടെ രാജ്യസേന തമാശ ഉണ്ടായി. ഒരു ഉണ്ണാക്കന്മാരെ ഞാനുണ്ടല്ലോ. അപ്പോൾ അതിൽ ഇപ്പോൾ IS ആണ്, ഒരു IS കാരെ വന്നിട്ട് ഈ
തെലുങ്കാനേൻ്റെ മതപരിവർത്തന വിഷയമുണ്ടല്ലോ. അപ്പോൾ അതിന് RSS അഭിപ്രായം പറഞ്ഞില്ലല്ലോ. ഉവ്വ്. RSS പറയണ്ട, RSS ഓൾറെഡി അതെങ്ങനെ ടാക്കിൾ ചെയ്യാമെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഇതൊക്കെ ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ അവർ വനവാസ കല്യാണ ആശ്രമങ്ങളൊക്കെ തുടങ്ങി. അതുപോലെ മറ്റു വിഭാഗങ്ങളെ മുസ്ലിം ക്രിസ്ത്യൻസിനിടയിലൊക്കെ അവർ ഔട്ട്റീച്ച് പ്രോഗ്രാം തുടങ്ങിയത്. അപ്പോൾ RSS ആരും ഇതിന് പ്രതികരിച്ചില്ല. അപ്പോൾ പ്രതികരിക്കാത്തതുകൊണ്ട് ഈ പറയുന്നതിന് ഇവർക്ക് ഒരു RSS വ്യൂ വേണമല്ലോ. എന്നെ പിടിച്ചില്ല. അപ്പോൾ നമ്മളന്നേ അറസ്റ്റ് ചെയ്തില്ലായിരുന്നു. നമ്മളെന്താ അറസ്റ്റ് ചെയ്തത്? മുസ്ലിംസ് അല്ല ഇപ്പോഴത്തെ ശത്രുക്കൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. മതപരിവർത്തനമാണ് വിഷയങ്ങൾ, മുസ്ലിംസ് അല്ല എന്ന് പറഞ്ഞല്ലേ അറസ്റ്റ് ചെയ്ത്. ഇനി ഉണ്ടാക്കാണെന്ന് പറയുകയാണ്. ഞാൻ അങ്ങനത്തെ വാക്ക് ഉപയോഗിക്കാറില്ല. പിന്നെ എന്നെ പിടിച്ച RSS ആയി. RSS വളരെ ദുർബലമായി പ്രതികരിക്കും. എന്നോട് അറിയാവുന്ന ഞാൻ RSS ആണ്. ആ ചാനൽ നമ്മൾ ഏറ്റവും കൂടുതൽ വന്നെന്താണ്, RSSകാർക്ക് ഇനിയും കാര്യം മനസ്സിലായിട്ടില്ല, മുസ്ലിംസ് അല്ല ബേസിക് ശത്രുക്കൾ, മതപരിവർത്തനമാണ് വിഷയങ്ങൾ എന്നല്ലേ പറഞ്ഞു. ഞാൻ മൊത്തം കാണിക്കുകയില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ആളുകളോട് ആദ്യം ഒരു ബഹുമാനമുണ്ട്. നമ്മളെതിരായിപ്പോഴുള്ള ആളുകളെ ബഹുമാനിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ RSSകാരെയൊക്കെ ബഹുമാനിക്കുന്നത്. എന്തുകൊണ്ടാണ്? സത്യമായി പറയണം. നമ്മൾ പറഞ്ഞ അല്ലാതെ അവിടുന്ന് എടുത്ത് എന്താ ഇവനൊരു ഇൻറ്റഗ്രിറ്റി ഇല്ലാത്ത ആളുകളല്ല അങ്ങനെ ചെയ്യാൻ. ഇൻറ്റഗ്രിറ്റി ഉള്ള ആളുകൾ എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടല്ലേ പോയി. ഇതല്ല ഔട്ട് ഓഫ് കോണ്ടക്ട് ആ ചിത്രം മാത്രം കാണിച്ചിട്ട് എൻ്റെ നിങ്ങളെ ഒരു വരി മാത്രം എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത് കേട്ടാൽ അവന് തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാനതാണ് പറഞ്ഞു. അങ്ങനെയുള്ള സത്യം നമ്മൾ ഇൻറ്റഗ്രിറ്റി പോലും ഇവന്മാർക്കൊന്നുമില്ല. ഇതാണ് സത്യം. നമ്മൾ പറയുമ്പോൾ ഇവന്മാരൊക്കെ വലിയ നമ്മളൊന്നും മതത്തിൻ്റെ വക്താക്കളായി വരുന്ന ആളുകളല്ല. ഇവന്മാരൊക്കെ വലിയ മതവിശ്വാസികളാണ്. വെറുതെ അല്ല സഭാഷ മുന്നക്കലൊക്കെ ആഞ്ഞു കൊടുക്കുന്നത് ഇമാതിരി സാധനം കയ്യിലുള്ളതുകൊണ്ട്. RSSനെ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളപ്പോൾ ഒരു പരിധി കൂടുതൽ ഒരു കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല. തെലങ്കാന വിഷയത്തിൽ ഒന്നും തന്നെ വേണ്ടിയിട്ടില്ല. ദേശീയ നേതൃത്വം ഒരു അക്ഷരം പറഞ്ഞത്. എനിക്ക് ഈ വിഷയം അതെന്ന് വെച്ചാൽ നമ്മളെ വാപ്പാൻ്റെ ഫ്രണ്ട്സ് RSSകാർ വീട്ടിൽ വരുമ്പോൾ അവർ 80കളിലും 90കളിലും ഈ വിഷയം അവർക്കറിയാം. അവരന്നേ അങ്ങനെയാണ് വനവാസി കല്യാണ ആശ്രമം ഇതൊക്കെ ഞാൻ പഠിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിത് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്കിത് അറിയാവുന്ന ഇതുകൊണ്ടാണ്. അപ്പോൾ അവർ ഓൾറെഡി അത് ടാക്കിൾ ചെയ്യാൻ ശ്രമം തുടങ്ങി. ഞാൻ ഘട്ടമായിട്ടേ പറ്റുള്ളൂ, പെട്ടെന്ന് പറ്റില്ല. അത്രയുള്ള അതിൻ്റെ ഒരു നമ്മൾ പറഞ്ഞു വന്നത്. അപ്പം റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇന്റേണൽ സെക്യൂരിറ്റി, എക്സ്റ്റേണൽ സെക്യൂരിറ്റി, അതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം അമേരിക്ക എന്താ ചെയ്ത് അവിടെ ഒന്നാമത്തെ കച്ചവടം നടന്നു, ആയുധ കച്ചവടം നടന്നു. 2, ഇവർക്ക് പേ ചെയ്യാനുള്ള ക്യാഷ് ഇല്ല. ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം പുട്ടിൻ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഇവർക്ക് പ്രകൃതി വിഭവങ്ങൾ എഴുതി കൊടുക്കേ പറ്റുള്ളൂ. ആ പ്രകൃതി വിഭവങ്ങൾ മാത്രമല്ല, അന്നേ നമ്മൾ പറഞ്ഞു ട്രംപാണ് വരുന്നതെങ്കിൽ സെലൻസ്കിക്ക് പണി കിട്ടും. ഇപ്പം ട്രംപ് വന്നു, സെലൻസ്കി വന്ന് എടുത്തു പോയിക്കോളെ. ഇനിയിപ്പോൾ എന്താണ്, അലാകാലം അമേരിക്കയുടെ ഒരു സ്ലേവ് രാഷ്ട്രമായി നിൽക്കേണ്ടി വരും. ഈ കരാറുകൾ സ്ട്രോങ് ആണ്. ഈ കരാറുകൾ ലംഘിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അമേരിക്കയുടെ സ്വഭാവം കാണിക്കും സായിപ്പ്. അപ്പോൾ അതാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇയാൾ സെലൻസ്കി നാളെ അമേരിക്കയിലേക്ക് പോവുകയാണ്. കരാർ ഒപ്പിടിക്കും എന്നാണ് കിട്ടുന്ന വിവരം. ഒപ്പിട്ടിട്ട് അമേരിക്ക സപ്പോർട്ട് ചെയ്യും? അല്ല, ഈ പറഞ്ഞ പോലെ പ്രകൃതി വിഭവങ്ങൾ ഖനനം ചെയ്തെടുക്കാൻ യുദ്ധത്തിൽ അമേരിക്ക സപ്പോർട്ട് ചെയ്ത് സാധ്യമല്ല, നിർത്തിക്കോളാൻ പറയും. അല്ല, യുദ്ധം നിർത്തും. യുദ്ധം ആൾറെഡി ട്രംപ് പറഞ്ഞു കഴിഞ്ഞു. ട്രംപ് അങ്ങനെ ഒരു നിലപാട് ഉണ്ടാക്കരുത്. മാത്രമല്ല അമേരിക്കയുടെ അവരുടെ ടാർഗറ്റുകൾ സ്പെസിഫിക് ആണ്. അവരുടെ ലക്ഷ്യം സാധിച്ചു. അവരുടെ ലക്ഷ്യം സ്പെസിഫിക് ആണ്. സ്പെസിഫിക് ലക്ഷ്യം എന്ന് വെച്ചാൽ ഒന്ന്, അവിടെ നല്ല ആയുധ കച്ചവടം നടക്കും. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ആയുധം മേടിച്ചു തുടങ്ങി. അവർ പലരും സ്വന്തമായിട്ട് ആയുധം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കൻ ആയുധങ്ങൾ കുറച്ച് മോസ്റ്റ് മോഡേൺ വെപ്പൺസ് അമേരിക്കയുടെ കയ്യിലുണ്ട്, ഇസ്രായേൽ കയ്യിലുണ്ട്. അപ്പോൾ ഇത് മേടിക്കണം. അപ്പോൾ മേടിച്ചു തുടങ്ങി. രണ്ടാമത്തെ കാര്യം, യൂറോപ്പിലെ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കി. മൂന്നാമത്തെ കാര്യം, ഈ ഇവർക്ക് പലരും യൂറോപ്പ് ശരിക്കും റഷ്യനെ ഉക്രൈനെ ആശ്രയിച്ചിട്ടാണ് അവരുടെ ഇന്ധന ഫ്യൂവൽ സെക്ടർ നിലനിൽക്കുന്നത്. അപ്പം അതെന്ത് ചെയ്യും? അത് പിന്നെ ഇവരുടെ വിഭവങ്ങൾ മേടിക്കുന്നതോടുകൂടി അവിടെ അമേരിക്കയിൽ മേൽക്കൈ കിട്ടും. ഇതാണ് സംഭവം. ഇത് ഓൾറെഡി സാധിച്ചെടുത്തു. അതുകൊണ്ടാണ് പറയുന്നത് അമേരിക്കയ്ക്ക് കൈ കൊടുക്കുന്നതിന് മുമ്പ് സൂക്ഷിച്ചോ എന്ന് പലപ്പോഴും പറയുന്നതുകൊണ്ട്. അപ്പോൾ ട്രംപ് കെട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. പിന്നെ കാര്യത്തിലേ ഉള്ളൂ, ഇൻ്റർനാഷണൽ വിഷയം ക്രൈസിസ് വരുമ്പോൾ അമേരിക്കയ്ക്ക് വലിയ തട്ടുകേടില്ലെങ്കിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ട്രംപിൻ്റെ കാര്യത്തിനൊരു പ്രോബ്ലം ഉണ്ട്. ഇന്ന് പറയും മോഡി മേരെ ബായ് എന്നൊക്കെ പറയും. അടുത്ത ദിവസം കഴിഞ്ഞിട്ട് അമേരിക്കൻ താല്പര്യം വരുമ്പോൾ പറയും ബായ് തന്നെ, പക്ഷേ രക്തബന്ധമല്ലല്ലോ എന്ന് പറയും. ഇത് നമ്മൾ ഇവിടെയുള്ള പലർക്കും മനസ്സിലാകത്താണ് പ്രശ്നം. നമ്മൾ ഒരിക്കലും ദേഴ്സ് നത്തിങ് കോൾഡ് എ ഫ്രീ മീൽ ആദ്യം സൗഹൃദങ്ങളായിരിക്കും. നായനാരും കേൾക്കാനാരും തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു. അത് നമ്മൾ പിന്നെയാണ് അറിഞ്ഞത്. പക്ഷേ അവരും എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുന്ന നിങ്ങളുണ്ട്. രണ്ടുപേർക്ക് അവരുടേതായ രാഷ്ട്രീയമാണ്. അപ്പം അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ട്രംപ് ആയാലും ആഫ്റ്റർ ഓൾ ഹിസ് അമേരിക്കൻ പ്രസിഡന്റ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.